കാസർകോട്ട് പോലീസുകാരൻ മധ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ പോലീസുകാരെ നാട്ടുകാർ തടഞ്ഞ ദൃശ്യം പുറത്തു വന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് കാർ ഇടിച്ചു കയറ്റിയ ബേഡകം സ്റ്റേഷനിലെ CPO ശ്രീകുമാർ ചെയ്തത്. അയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. അടിച്ചു പൂക്കുറ്റിയായിട്ടാണ് അദ്ദേഹം വണ്ടി ഓടിച്ചതും വണ്ടി ഇടിച്ചു കയറിയതും. എന്തെങ്കിലും നല്ല കാര്യം നാട്ടിൽ ചെയ്യണമല്ലോ ഒരു പോലീസുകാരനാകുമ്പോൾ. നന്നായി. എന്തുവാ അദ്ദേഹം ഇത്രയും ആലോചനാമഗ്നായിട്ടിരിക്കുന്നത്? കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തത്സമയം ചെയ്യുന്ന. പ്രദീപ്, ഇത്ര കൂടെ ആലോചിക്കാൻ എന്താ? ഇടിച്ച് കയറ്റിയിട്ട് ഇത്രേ ഇടിച്ചോളോ എന്ന് ആലോചിച്ചിരിക്കുകയാണോ അദ്ദേഹം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും അതുപോലെ തന്നെയാണ്. മദ്യപിച്ച് ഉന്മത്തനായി ബോധമില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം, ഈ പോലീസുകാരൻ, കാറിലിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പക്ഷേ ആ സംഭവത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് അമ്പലത്തറ പോലീസ് കേസെടുത്തത്. ഇദ്ദേഹം ബേഡകം പോലീസ് സ്റ്റേഷനിലെ CPO ആണ്. ശ്രീകുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഞായറാഴ്ച രാത്രി ഇദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് മാത്രമല്ല, ഒരു സ്കൂട്ടറിൽ ഇടിച്ചു. ഇതിനുശേഷം ഒരു KSRTC ബസ്സിൽ തട്ടിയ ശേഷമാണ് നിയന്ത്രണം വിട്ട ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം, അപകടം കണ്ട് ആളുകൾ കൂടുകയും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ നാട്ടുകാർ കൈയോടുകൂടി പിടിച്ചു വെച്ചാണ് പോലീസിന് കൈമാറിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഉടനടി കേസോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പോലീസ് തയ്യാറായില്ല എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഞായറാഴ്ച രാത്രി 9:45 ഈ അപകടം നടക്കുന്നു. അതിൽ കേസെടുക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് അതിൻ്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.